ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഏപ്രിൽ 30 നടന്നിട്ടുള്ള ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 45ഓളം ദിവസമായി അല്ലേ എക്സാം കഴിഞ്ഞിട്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 50ഓളം ദിവസമായി. ഫൈനൽ ആൻസർ കീ ഇങ്ങനെ ഡിലേ ആവുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഡിലീഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻസ് മിക്കവാറും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആൻസേഴ്സ് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. ഇങ്ങനെ ചലഞ്ച് ചെയ്യപ്പെട്ട കേസസിലാണ് പരമാവധി ഡിലേ ആവാറ്. ഒരു എക്സാം നടന്നു കഴിഞ്ഞാൽ അവരാദ്യം ഒരു പ്രൊവിഷണൽ കീ അപ്ലോഡ് ചെയ്യും. അതിൽ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മതിയായ ഡോക്യുമെൻസിൻ്റെ പിൻബലത്തിൽ നമ്മൾ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ, സ്റ്റഡി മെറ്റീരിയൽസ്, ടെക്സ്റ്റ് ബുക്ക്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളുടെ ബേസിൽ നമ്മൾ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അവരത് പരിശോധിച്ചിട്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ചില കേസസിൽ ആൻസർ കീ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഒന്നിലധികം ആൻസേഴ്സ് വരുന്ന അവസ്ഥയിൽ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 46/2024. ഏകദേശം 12ഓളം പരീക്ഷകൾക്ക് നടത്തിയ ഒരു കോമൺ എക്സാം ആയിരുന്നു. അതിൽ 4 ചോദ്യങ്ങൾ മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 3 ആൻസേഴ്സ് അവർ ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. യെസ്, നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പം കേരള PSCയുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ കണ്ടോ. ഇതിൻ്റെ ഇലക്ട്രീഷ്യൻ ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ഇലക്ട്രീഷ്യൻ ഇൻ പോലീസ് കോൺസ്റ്റബിൾ, സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ലൈൻമാൻ തുടങ്ങിയ കുറേയധികം പരീക്ഷകൾക്ക് ഇത്രയും കാറ്റഗറി നമ്പറിന് കോമൺ ആയിട്ട് നടന്ന പരീക്ഷയായിരുന്നു. അതിൻ്റെ ഫൈനൽ ആൻസർ കീ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ രീതിയിലാണ് ഉള്ളത് കണ്ടോ. ഈ റെഡ് മാർക്കിൽ കൊടുത്തുമൊക്കെ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് വന്നതാണ്. തന്നെ ഈ എക്സ് കാണിക്കുന്നത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടതാണ്. അത് നമുക്ക് നോക്കിയാലോ. ഏതൊക്കെ ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെയാണ് ചേഞ്ച് ആയ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കിയാലോ. യെസ്, അങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഓപ്ഷൻ ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതായിരുന്നു ആ ചോദ്യം നോക്കിയാലോ. യെസ്, അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റീസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ആൻ ഇലക്ട്രിക് ചാർജ്. അതിൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സിയിലേക്ക് വന്നിട്ടുണ്ട്. ഓൺലി വൺ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ 1 മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ചാർജ് ഈസ് ഈക്വൽ ടു കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ടൈം. ദെൻ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻19. അതവർ ഓപ്ഷനിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ആദ്യം വന്ന ഓപ്ഷൻ എന്തായിരുന്നു? 1 and 2 എന്നായിരുന്നു അല്ലേ. 1 and 2 എന്നായിരുന്നു. അപ്പം ഇത് അവർ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യണം എന്നുള്ളത് രീതിയിൽ അവർ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് ആ ഓപ്ഷൻ മാറി വന്നത് കേട്ടോ. സോ 1 C ആണെന്ന് മനസ്സിലാക്കുക. ഇനി 7ാമത്തെ ചോദ്യം പൂർണ്ണമായും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് 7ാമത്തെ ചോദ്യം? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ച് കറക്റ്റായത് ഏത്? യെസ്, ഈ ചോദ്യം ഡി എന്നായിരുന്നു ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 and 3 ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടായിരുന്നു? യെസ്, കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാലൻസ് ഇലക്ട്രോൺ സെമി കണ്ടക്ടർ മെറ്റീരിയൽ നോർമലി ഹാവ് 4. അത് കറക്റ്റാണ്. ദെൻ സിലിക്കൺ, ജെർമേനിയം, കാർബൺ. ഈ കാർബണിൻ്റെ ഒരു ഇഷ്യൂ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, ചിലപ്പം അതൊക്കെ കൊണ്ടാവാം ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ 7ാമത്തെ ചോദ്യം പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്തു. ഇനി 8ാമത്തെ ചോദ്യം സിയിൽ നിന്നും ബിയിലേക്ക് ഓപ്ഷൻ മാറ്റി കേട്ടോ. സിയിൽ നിന്നും ബിയിലേക്ക് ഓപ്ഷൻ മാറ്റിയിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് റെസിസ്റ്റിവിറ്റി. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് സീമെൻ പെർ മീറ്റർ. റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് കണ്ടക്ടർ. സോ ഓൺലി 2 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് അവർ പറയുന്നത്. 8B ആണ് കേട്ടോ. ഓക്കെ അല്ലേ. യെസ്, സോ ഈ രീതിയിൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് 27ാമത്തെ ചോദ്യം പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്തു കേട്ടോ. 27ാമത്തെ ചോദ്യം നോക്കിയാലോ. യെസ്, 27ാമത്തെ ചോദ്യം ബി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതാദ്യം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ബി എന്നായിരുന്നു, ഓൺലി 1. പിന്നെ അവരത് ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ദെൻ 29ാമത്തെ ചോദ്യവും പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യപ്പെട്ടു കേട്ടോ. 29ഉം ഡിലീറ്റ് ചെയ്തു. വിച്ച് ഓഫ് ദി ഫോളോയിങ് കപ്പാസിറ്റർ കനോട്ട് ബി യൂസ്ഡ് ഇൻ AC സർക്യൂട്ട്.
ഇലക്ട്രോലിറ്റിക് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം വന്നത്. അത് ഡി സിയിൽ മാത്രമേ പറ്റുള്ളൂ അല്ലേ. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. സോ 29 ഡിലീറ്റ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് ഏതാ? യെസ്, 29 ശേഷം പിന്നെ ചേഞ്ച് വന്നത് 98. നമുക്ക് 98 പോവാം. യെസ്, 98 എന്ന് പറയുന്നത് ഡി സി റിംഗ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ബിക്കോസ് ആദ്യം ഇതിൻ്റെ ഓപ്ഷൻ സി ആയിരുന്നു, പിന്നെ അത് എയിലേക്ക് മാറിയിട്ടുണ്ട്. ഗുഡ് വോൾട്ടേജ് റെഗുലേഷൻ എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. ആദ്യം എന്തായിരുന്നു? ബോത്ത് എ ആൻഡ് ബി ആയിരുന്നു. ഓക്കെ, സോ ഓപ്ഷൻ എയിലേക്ക് ചേഞ്ച് ചെയ്തു. ദെൻ 100ാമത്തെ ചോദ്യം എന്ത് ചെയ്തു? സി ആയിരുന്നു, അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഡി സി ട്രാൻസ്മിഷൻ ലൈൻ? ആദ്യം അത് സി ആയിരുന്നു, റിക്വയർ ഹൈ റിയാക്റ്റീവ് പവർ ടു ട്രാൻസ്മിറ്റ് ഓവർ ഡി സി ലൈൻ. ഡി സി ലൈനിന് റിയാക്റ്റീവ് പവർ എന്നുള്ള കൺസെപ്റ്റ് ഇല്ലല്ലോ അല്ലേ. സോ അത് ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാം നടന്നിട്ടുള്ളത് 96-ലാണ് അല്ലേ. 4 ചോദ്യങ്ങൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി 3 ആൻസർ കീകൾ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ഇനി വരാൻ വേണ്ടി പോകുന്ന അതിൻ്റെ കട്ട് ഓഫിലും റാങ്ക് ലിസ്റ്റിലും ഒക്കെ ബാധിക്കും. മിക്കവാറും കൂടുതൽ ചോദ്യങ്ങൾ ആൻസർ ചെയ്ത ആൾക്കാർക്കാണ് ഈ മാർക്ക് വ്യതിയാനം കൂടുതലായിട്ട് ഉണ്ടാവുക. കാരണം ഒരു 90-80 മുകളിലൊക്കെ സ്കോർ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ 4 ചോദ്യങ്ങളും ചെയ്തവരായിരിക്കും. ചിലപ്പം 4 ചോദ്യവും ചിലപ്പം കൃത്യമായിട്ട് ആൻസർ ചെയ്തവരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ആ 4 മാർക്കും നഷ്ടപ്പെടും അല്ലേ. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടിയ മാർക്ക് പോകുമല്ലോ. ചില ആൾക്കാർക്ക് ആ ചോദ്യങ്ങൾ തെറ്റി രേഖപ്പെടുത്തിയവർക്ക് എന്ത് സംഭവിക്കും? യെസ്, ഈ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നതോട് കൂടിയിട്ട് ആ തെറ്റിയ സമയത്ത് പോകുന്ന ആ -0.33 ഇല്ലേ, അതങ്ങ് മാറി കിട്ടും അല്ലേ. യെസ്, അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ആൻസർ കീ മാറിയ 3 ചോദ്യങ്ങളുണ്ട്, അതും ഈ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? കുറച്ച് ഒരു 1-2 മാസങ്ങൾക്കകം ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ആൻസർ കീ മാറി വന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ള ലൈൻമാൻ, അതേപോലെ ഇലക്ട്രീഷ്യൻ, ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ട്രേഡ്സ്മാൻ തുടങ്ങിയ പരീക്ഷകൾ എഴുതിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സംബന്ധമായ വിവരങ്ങൾ അടങ്ങിയ വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവുക. കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്